ദുരന്തരം എന്നുള്ളത് അതൊരു ചെറിയ എലിമെൻ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ദുരന്തരിൽ അറിയുന്ന മോഹിത് ശർമ്മയുടെ കാര്യം നിങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ 2 വർഷം മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യഥാർത്ഥ ഹീറോസൊക്കെ ഇവരാണ്, അല്ല നിങ്ങൾ കാണുന്ന ഇവിടുത്തെ ഹീറോസൊന്നുമല്ല. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ആരും അറിയില്ലായിരുന്നു. അതെന്തുകൊണ്ട്? കാരണം അവിടെ ടി വി മീഡിയ ഒന്നും ഇല്ല. ഈ മനുഷ്യൻ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ ഒരു ക്യാമ്പ് മുഴുവൻ അടിച്ചേർത്തിട്ട് പോന്നിട്ടുണ്ട്. അവൻ അതിനു വേണ്ടി ഖുറാൻ പഠിച്ചിട്ടുണ്ട്, അവനവൻ്റെ സർക്കംസ്റ്റൻസ് സുന്നത്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്ത് പോയിട്ട് അതൊരു ഗട്ട്സല്ല മോനെ. ഞാൻ പോലും അവനെ അഡ്മയർ ചെയ്യും. ബിക്കോസ് പിന്നെ എന്നെ ഞങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അതോ എന്ത് ക്യൂട്ടായിട്ട് അവൻ സംസാരിക്കാന്നറിയാം, വളരെ സോബറായിട്ട്. ഇവൻ എന്നെ കാണാൻ വന്നതാണ് മോഹിത് ശർമ്മ. അപ്പം മോഹിതിൻ്റെ കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്നത് ഇപ്പം ജനറൽ ആയിരിക്കുന്ന വേണു, കണ്ണൂക്കാരൻ വേണുവായിരുന്നു. അന്ന് അവൻ കേണലായിരുന്നു. അപ്പോൾ വേണുവാണ് എന്നെ വിനുവാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, സാറെ പോകുമ്പം ഇന്ന് ബറ്റാലിയന് താമസിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ കുരുക്ഷേത്രയുടെ റെക്കി കഴിഞ്ഞ് കാർഗിൽ നിന്ന് വരുമ്പോൾ ശ്രീനഗറിൽ ഇവരുടെ യൂണിറ്റിലാണ് താമസിച്ചത്, ഫസ്റ്റ് പാര കമാൻഡർ. അന്ന് രാത്രിയാണ്. ഞാൻ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങും, കള്ളുകൂടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഗസ്റ്റ് റൂം നമ്പർ 1 അതിനകത്ത് കള്ളും എല്ലാം ഉണ്ടായിരിക്കും. ഒരു 11 മണിക്ക് വാതിക്കൽ നോക്ക്, അത് കാശ്മീരിൽ വാതിക്കൽ നോക്കുന്നത് തുറന്ന് താടിയൊക്കെ ആയിട്ട് വലിയ AK-47 ഉണ്ട്, പിറകിലും ഒരുത്തനുണ്ട് AK-47 യെസ് സർ, ഐ എം മോഹിത് ശർമ്മ, വോണ്ട് ടു ടോക്ക് ടു യു സർ. ഞാൻ പറഞ്ഞു ഹൗ ഡു വി നോ എന്ന് വെച്ചാൽ, ഞാൻ ഈ ബറ്റാലിയൻ തന്നെയാണ് സർ. എന്നാൽ വാന്നത് കഴിയുമ്പം. അപ്പം ഞാൻ NSCയിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ പാരാ ടീമായിരുന്നു. അൽഫ ടീം എന്ന് പറയുന്നത് പാരാ ടീമാണ്. ആ പാരാ ടീമിലുള്ള 30 പേരും ഈ ഫസ്റ്റ് പാര, 9 പാര, 10 പാരയിലത്തെ ആൾക്കാരായിരുന്നു, കമാൻഡോസിൻ്റെ. അപ്പം അവന്മാരെ കമാൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവന്മാരൊക്കെ പോയിട്ട് ഇവരുടെ അടുത്ത് കഥ പറയും, ഇങ്ങനൊരു സാധനം ഉണ്ട്, ഒരു ഭ്രാന്തരം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ മോഹിത് ഹി വോണ്ടഡ് ടു കം ആൻഡ് മീറ്റ് മീ. അങ്ങനെ വന്നിട്ട് സംസാരിച്ചപ്പോൾ ഹി നെവർ സെഡ് ദാറ്റ് അവൻ പാകിസ്ഥാനിൽ പോയിട്ടുണ്ടെന്നുള്ളോ മറ്റുണ്ടോ. സാറേ ഞാൻ അവിടെ അത് ചെയ്ത്. എന്നിട്ട് ഈ എൻകൗണ്ടർ കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് വിനു വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഹി ഡൈഡ്. 12 പേരായിരുന്നു ഡെഡ് ബോഡീസ് അറൗണ്ട് ഇവരുടെ ചുറ്റും. അങ്ങനെ സിംഗിൾ ഹാൻഡഡ്ലി ഫൈറ്റ് ചെയ്തിട്ട് അവനും വേറൊരു കശ്മീരി നായിക്കുണ്ടായിരുന്നു, 2 പേരും മരിച്ചുപോയി. ശരിക്കും നമുക്കൊരു ദുരന്തരം അവനുണ്ടായിരുന്നു. പക്ഷെ അവനിങ്ങനെ അവിടെ തന്നെ നിന്നിട്ട് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ അതുണ്ട്. പക്ഷെ അതിൻ്റെ ബേസിലാണ് അവർ ആ ഒരു കഥ എടുത്തത്. ആദിത്യ ടുക്കറ്റ്, ആദിത്യനെ എനിക്കറിയാം, കാരണം പ്രിയേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, ഞങ്ങളൊക്കെ സെയിം ടീമാണ്. അപ്പോൾ ആദിത്യ പറഞ്ഞു സാർ ഞാൻ ആ എലിമെൻ്റ് എടുത്തിട്ടുണ്ട്, അവർ സിനിമാറ്റിക്കലിൽ പോകുന്ന സമയത്ത് യെസ് ദാറ്റ്സ് എ വേറെ ലുക്കാണത്. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, അവരെയൊക്കെ കാണുമ്പോൾ ദേ നെവർ സെൽഫ് ബോസ്റ്റ്. അവരൊരിക്കലും പറയില്ല ഞാൻ ഇതാണ് അതാണെന്നുള്ളത്. ആ പോളിസിയൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ പോലും ഇല്ല. പലരും നാളെ ഏതൊരു ടി വിയിൽ ഏതൊരു കേണലിരുന്ന് പറയുമ്പോഴാണ് ഞാനിത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് അറിയാം. അവനെ വിളിച്ച് ഇതെപ്പോഴാണ് സാറിന് ഓർമ്മയില്ല എന്ന് വെച്ചു. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്ന പോലും. ദുരന്തറിൽ പ്രൊപ്പഗൻഡ ഉണ്ട്. പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനകത്ത് ഒരു ഇന്ത്യൻ സ്പിരിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എടാ ഇത് പഴയ ഇന്ത്യയല്ല, നീ നിൻ്റെ അണ്ണാക്ക് വന്നിട്ട് ഞാൻ അടിക്കുമെന്നുള്ള ഒരു പോളിസിയാണ് അവർ ആ പടത്തിനകത്ത് ചെയ്ത്. പിന്നെ ആദിത്യധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ കശ്മീരി. അവൻ്റെ ഫാമിലി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് അവൻ ഈ 370 ആർട്ടിക്കിൾ എന്നുള്ള പടം എടുത്തത്. അതുപോലെ തന്നെ ഉറി എടുക്കാൻ കാരണം അവൻ അതിൽ കൂടെ പോയിട്ടുണ്ട്. ആദിത്യയുടെ ലൈഫിൽ കൂടെ അവൻ്റെ ഫാമിലി പോയിട്ടുള്ളത് ഇറ്റ് ഈസ് എ ട്രോമ ഫോർ ഹിം. അതിനെയാണ് അവൻ ആ വികാരത്തിലെടുക്കുന്ന പടം. 370 ആർട്ടിക്കിൾ ആണെങ്കിലും ശരി, അതിൻ്റെ നല്ല വശങ്ങളും റോങ് വശങ്ങളൊക്കെ ആദിത്യയെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട്. അപ്പം ആദിത്യ ഇത് എക്സാജറേറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊപ്പഗാൻഡ യൂസ് ചെയ്യണമെന്നുള്ള അത് വരും. ഇപ്പം ഞാൻ നാളെ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ മോദീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് നടന്നിട്ടുള്ളതാണത്. ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് ഇവിടെ പലരും നിങ്ങൾ നോണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു തന്നെ ഇരുന്നിട്ട് TV ചാനലിൽ ഇരുന്നുള്ളൂ 5 റഫാൽ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റഫാലും നമ്മൾ വീണിട്ടില്ല. അവർ തന്നെ പറയുന്നുണ്ടല്ലോ ഒന്നും ലാൻഡ്. ഈവൻ പാകിസ്ഥാനിൽ നമ്മൾ അടിക്കേണ്ടടുത്ത് അടിച്ചു. ആ മുഷറഫാബാദിലുള്ള ഇവൻ്റെ മിലിറ്റൻ ക്യാമ്പ് അടിച്ചു. ബാക്കി അവരുടെ ഒരു ബോംബ് പോലും നമ്മുടെ ഇങ്ങോട്ട് എല്ലാം എയറിലാണ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡ്രോണും മിസൈൽസും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. സോ ബോർഡർ ക്രോസ് ഇന്നത്തെ യുദ്ധം അതാണെന്നുള്ളത് നമ്മളെ കാണിച്ചു തന്നു.
ഇനി ആൾക്കാർ ക്രോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ഇരുന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എയറിൽ തന്നെ എത്തണം. ഇനി എയറിൻ്റെ ടൈമാണ്. മിസൈലുകളാണെങ്കിൽ ശരി, ഇപ്പോൾ ബ്രഹ്മോസ് ഏതാണെങ്കിലും ശരി, ഇത് എയറിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാതെ ഈ ബ്രഹ്മോസ് പോയിട്ട് പാകിസ്ഥാനിൽ പോയി വീണപ്പോഴാണ് അവർ സീസ് ഫയർ പറഞ്ഞത്. അവർ റഡാറിൽ പിടിക്കാൻ പറ്റാതെ ബ്രഹ്മോസ് രാവൽപിണ്ടിക്ക് അപ്പുറത്ത് പോയി വീണപ്പം അപ്പോഴാണ് അവർ സീസ് ഫയറിനെ റിക്വസ്റ്റ് ചെയ്തത് 3-ാം ദിവസം. കാരണം അതിൻ്റെ 12-24 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഇവരുടെ ന്യൂക്ലിയർ പ്ലാന്റ്. അപ്പോൾ ഈ റഡാറിൽ അറിയാതെ അതുവരെ എത്തിയെങ്കിൽ ഇവിടുന്ന് ഈ ബാരലൊന്നും ഇങ്ങനെ പൊക്കിയാൽ മതി 1 ഇഞ്ച്, അപ്പോൾ ഈ 24 കിലോമീറ്റർ കവർ ചെയ്യും. അവിടെ പോയി വീണാൽ അവിടെയാണ് ഒരു പാനിക്കായിട്ട് സീസ് ഫയർ പറഞ്ഞത്. അതിനവിടെ നിങ്ങളുടെ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞല്ലോ, മോദി പാകിസ്ഥാൻ്റെ മുന്നിൽ മുട്ടുകുത്തി എന്നുള്ളത്. അപ്പോൾ അത് സത്യം പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ സമ്മതിക്കുക, ചങ്കൂറ്റം വേണം. മോദിയെ ഭയപ്പാടുണ്ടോ പാകിസ്ഥാൻ? അപ്പോൾ ഒരു സംശയമില്ല. മോദി എന്നുള്ളതല്ല, ഇന്നത്തെ ഇവിടെ ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതൊരു കോമ്പിനേഷനാണ്. ഫോറിൻ മിനിസ്റ്റർ ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. ആ പോളിസീസും മാറ്റേഴ്സും രാജ്നാഥ് സിംഗ് ആ ഫുള്ള് ഡിഫൻസിൻ്റെ ഫുൾ അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ടീമിനെയാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. ആ ടീം പറയുന്ന സമയത്ത് പിന്നെ അവരതങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ മോദിജി എന്താണ് പറഞ്ഞത്? ബോർഡറിൽ നടക്കുന്നതിന് എൻ്റെ അടുത്ത് ചോദിക്കണ്ട. നിങ്ങളിപ്പോൾ നിർവ്വാണയുടെ കേസും വെച്ചുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ, ചേട്ടൻ നരാവണയുടെ. എന്താണത്? ഒരിക്കലും പറയാൻ പറ്റില്ല. 2014 തൊട്ട് കൊടുത്തിരിക്കുന്ന ഓർഡർ എന്താണ്? അവിടെ എന്ത് നടക്കുന്നു അതിൻ്റെ സൈ ഉധർ ജോ ബി ചൽ रहा है उसका जो सही मायना आप जानता है. आप जो करना है सही समझता है उसको कर लो. गोली मारा तो गोली मारो, अगर ബോംബാർഡ്മെൻറ്റ് करना है करो. ആ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്, ഇങ്ങോട്ട് ചോദിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ മോദിനെ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓരോരോ ഇപ്പം വാട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ യു അത് വേറെ ആൾക്കത് സാധിക്കില്ല ഇതുപോലെ ചോദിക്കാൻ. അത് വേറെ ആയിരിക്കും. മേജർ രവി എന്നുള്ള ഒരാളിനെ എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത് യു ആർ പ്രിപ്പയർഡ്. അത് തന്നെയാണ് പട്ടാളക്കാരെ പ്രിപ്പയർഡാണ് അപ്പുറത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. മോദിജി ഡൽഹിയിലായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. അവിടെ നിന്നെ അടിച്ച് നിനക്ക് തിരിച്ചടിക്കണം തോന്നി അടിച്ചോ. ഇതാണൊരു ഭരണാധികാരി ആവേണ്ടത്. അല്ലാതെ അവിടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഡൽഹിയിൽ പെർമിഷൻ ചോദിക്കണം എന്നുള്ള ഒരു കാലം ഉണ്ടായിരുന്നു 2014 വരയ്ക്ക്. അത് മാറി. അപ്പോഴാണ് ഈ നയാ ഇന്ത്യ ഹേ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ ഇപ്പോൾ. അങ്ങനെയല്ല, രാഷ്ട്രീയത്തിലുണ്ട്. ഇതിന് വല്ലാത്തൊരു നയതന്ത്രം കൂടി ആവശ്യമുണ്ടല്ലോ. അതായത് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ വെട്ടൊന്ന് മുറി 2 മേജർ സ്വഭാവം ഇറക്കാൻ പറ്റില്ല. പാകപ്പെട്ടു തുടങ്ങിയ വളരെയധികം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതേ സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കും. ഇത് സിനിമ പോലെയല്ല. സിനിമയ്ക്ക് ഓക്കെ നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് ഗ്രൂപ്പ്, അതൊരു ടീം, ടെക്നിക്കൽ ടീം, ക്യാമറമാൻ, അത് എത്രയേ ഉള്ളൂ. ഇത് പല സൈഡിൽ നിന്നുള്ള കുറുക്കന്മാരെ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം.